ഹായ് ഓൾ, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ മറ്റൊരു സെക്ഷനാണ്, ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് ഓഫ് ഡിഗ്രി n. Definition: the group of even permutations of n symbols is denoted by an and is called the alternating group of degree n. അതായത് ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ ഗ്രൂപ്പിനെയാണ് ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ ആ ഗ്രൂപ്പിനെയാണ് ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് an എന്ന് പറയും. ഓക്കെ, അന്നേരം an എന്നുണ്ട് ഞാൻ മനസ്സിലാക്കിക്കോണം. ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷനാണ്, അതിൻ്റെ ഗ്രൂപ്പാണ്, അതിനാണ് an എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു തിയറം നോക്കോ. ഫോർ n ഗ്രേറ്റർ ദാൻ 1 an ഹാസ് ഓർഡർ n ഫാക്ടോറിയൽ ബൈ 2. അതായത് ഈവൻ പെർമ്യൂട്ടേഷൻ്റെ ഗ്രൂപ്പാണല്ലോ an എന്ന് പറയുന്നത്, അതിൻ്റെ ഓർഡർ n ഫാക്ടോറിയൽ ബൈ 2 ആണ്. ഇതാണ് തിയറം പറയുന്നത്. പ്രൂഫ് നോക്കുക. നമുക്ക് തെളിയിക്കാനുള്ളത് anൻ്റെ ഓർഡർ n ഫാക്ടോറിയൽ ബൈ 2 ആണെന്നാണ്. അത് anൽ മൊത്തം n ഫാക്ടോറിയൽ ബൈ 2 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അത് നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് Sn എന്ന് പറയുന്ന ഗ്രൂപ്പിനെ പറ്റി നമുക്കറിയാം. Sn എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പാണ്. അതിനകത്ത് ഓഡ് പെർമ്യൂട്ടേഷനും ഉണ്ട്, ഈവൻ പെർമ്യൂട്ടേഷനും ഉണ്ട്. ഈ Snൻ്റെ ഓർഡർ n ഫാക്ടോറിയലാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ Sn എന്ന് പറയുന്നതിനകത്ത് ഓഡ് പെർമ്യൂട്ടേഷനും ഉണ്ട്, ഈവൻ പെർമ്യൂട്ടേഷനും ഉണ്ട്. ഈ ഓഡ് പെർമ്യൂട്ടേഷനെ bn എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഈവൻ പെർമ്യൂട്ടേഷനെ an എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നമുക്ക് തെളിയിക്കാനുള്ളത് ഓർഡർ ഓഫ് an ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2 ആണല്ലോ. അതായത് മൊത്തം Snനകത്ത് n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ആണുള്ളത്. ആ n ഫാക്ടോറിയലിൻ്റെ പകുതി എലമെൻറ്റ്സ് ഈവൻ പെർമ്യൂട്ടേഷൻ ആണെന്ന് തെളിയിച്ചാൽ പോരെ. അത് തെളിയിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്ന് പറയുന്നത് Snൽ മൊത്തം ഓടും ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷനാണ്. ഓക്കെ, അതായത് പകുതി എലമെൻറ്റ്സ് ഓഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷനും പകുതി എലമെൻറ്റ്സ് ഈവൻ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷനും ആണെന്ന് തെളിയിച്ചാൽ പോരെ. അതല്ലെന്നുണ്ടെങ്കിൽ ഓഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ്റെ എണ്ണവും ഈവൻ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ്റെ എണ്ണവും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ പോരെ. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത്. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മൊത്തം n ഫാക്ടർ എലമെൻറ്റ്സ് അല്ലേ. ഓക്കെ, അതായത് പകുതി എലമെൻറ്റ് ഓഡ് പെർമ്യൂട്ടേഷനും പകുതി എലമെൻറ്റ് ഈവൻ പെർമ്യൂട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ മൊത്തം n ഫാക്ടറിൽ ആകുമ്പോഴത്തേക്ക് n ഫാക്ടറിൽ ബൈ 2 എലമെൻറ്റ്സ് ഓഡ് പെർമ്യൂട്ടേഷനും n ഫാക്ടറിൽ ബൈ 2 ഈവൻ പെർമ്യൂട്ടേഷൻസും ആയിരിക്കും. ഓക്കെ, അതാണല്ലോ പ്രൂഫ്. നമുക്ക് തെളിയിക്കാനുള്ളത് അത് തന്നെയാണ്. ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ എണ്ണം n ഫാക്ടറിൽ ബൈ 2 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ ഓഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷനും ഈവൻ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷനും ഈക്വൽ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? അത് അറിയാനാണ് നമ്മൾ +2 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലോട്ടൊരു ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് ഡൊമൈനും വൈ എന്ന് പറയുന്നത് കോഡൊമൈനുമാണ്. ആ എക്സിൽ നിന്നും വൈയിലോട്ട് ഒരു 1-to-1 on-to ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എക്സിലും വൈയിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് എക്സിൽ 4 എലമെൻ്റ് ഉണ്ടെങ്കിൽ വൈയിൽ 4 എലമെൻ്റ് ഉണ്ടായിരിക്കും. എക്സിൽ 10 എലമെൻ്റ് ഉണ്ടെങ്കിൽ വൈയിലും 10 എലമെൻ്റ് ഉണ്ടായിരിക്കും. അതാണ് 1-to-1 on-to-1 എന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത. ഓക്കെ, നമുക്കിവിടെ ആ രീതിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ anൽ നിന്നും bnലോട്ട് ഒരു മാപ്പ് ഉണ്ടെന്ന് എടുക്കുന്നു. ഓക്കെ, ആ മാപ്പ് 1-to-1 on-to ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. 1-to-1 on-to ആണെന്നുണ്ടെങ്കിൽ anലും bnലും ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, മൊത്തം Snൽ n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് അല്ലേ ഉള്ളത്. അന്നേരം anൽ അതിൻ്റെ പകുതി എലമെൻറ്റ് anലും പകുതി എലമെൻറ്റ് bnലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയലിൻ്റെ പകുതി anൽ n ഫാക്ടോറിയലിൻ്റെ പകുതി bnൽ. അതായത് n ഫാക്ടോറിയൽ ബൈ 2 എലമെൻറ്റ്സ് anലും ഉണ്ട്, n ഫാക്ടോറിയൽ ബൈ 2 എലമെൻറ്റ്സ് bnലും ഉണ്ട്. നമുക്ക് തെളിയിക്കാനുള്ളത് അത് തന്നെയാണ്. anൽ n ഫാക്ടോറിയൽ ബൈ 2 എലമെൻറ്റ് ഉണ്ടെന്നാണ് തെളിയിക്കാനുള്ളത്. അന്നേരം ഇതാണ് പ്രൂഫിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, ഞാൻ ആദ്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് എഴുതി പിടിപ്പിക്കുന്നു. എസ് എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്രാ അപ് ടു n ആണ്. Sn എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷനാണ്. അതിനകത്ത് n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ഉണ്ട്. an എന്ന് പറയുന്നത് ഈവൻ പെർമ്യൂട്ടേഷനെ ഡിനോട്ട് ചെയ്യുന്നു. bn എന്ന് പറയുന്നത് ഓഡ് പെർമ്യൂട്ടേഷനെ ഡിനോട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, സെൻറ്റൻസ് എഴുതിയിരിക്കുന്നു. ദാറ്റ് ഈസ് an ഈക്വൽ ടു, അങ്ങനെയെങ്കിൽ an ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, ആൽഫ. അതായത് anൽ നിന്നും ഒരു എലമെൻ്റ് എടുക്കുന്നു, ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, anലെ എലമെൻ്റ് ആണ് ആൽഫ എങ്കിൽ അത് Snലെ എലമെൻ്റ് ആയിരിക്കും. കാര്യം Snനകത്തുള്ളതാണല്ലോ anനും bnനും എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം anലെ എലമെൻ്റ് ആണ് ആൽഫ എന്ന് പറയുന്നത്. an ഈവൻ പെർമ്യൂട്ടേഷൻ്റെ കളക്ഷൻ ആയതുകൊണ്ട് ആൽഫ ഈവൻ പെർമ്യൂട്ടേഷൻ ആയിരിക്കും. അതുപോലെ bn എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു, അതിൽ നിന്നും ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു, ബീറ്റ എന്ന് പറയുന്നത്. അത് Snലെ എലമെൻ്റ് ആണ്, കാര്യം Snൻ്റെ സബ്സെറ്റാണ് bn എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ഓഡ് പെർമ്യൂട്ടേഷൻ ആയിരിക്കും, കാര്യം bn എന്ന് പറയുന്നത് ഓഡ് പെർമ്യൂട്ടേഷൻ്റെ കളക്ഷനാണ്. ഇപ്പോൾ anൽ നിന്ന് bnലും ഓരോ എലമെൻ്റ് എടുത്തു. ടു പ്രൂവ്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഓർഡർ ഓഫ് an ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2. അതിന് വേണ്ടിയിട്ട് നമുക്ക് തെളിയിക്കാനുള്ളത് ടു ഷോ ദാറ്റ് an ആൻഡ് bn ഹാവ് ദി സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. anലും bnലും തുല്യ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് തെളിയിച്ചാൽ മതി.
തുല്യ എലമെൻറ്റ്സ് ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് എ എന്നിൽ നിന്നും ബി എന്നിലോട്ട് ഒരു 1-to-1 on-to ഫംഗ്ഷൻ ഉണ്ടെന്ന് തെളിയിച്ചാൽ മതിയാകും. എ എന്നിലും ബി എന്നിലും തുല്യ എലമെൻ്റായി. ഇതാണ് പ്രൂഫിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് 1-1 ആണെന്ന് on-to ആണെന്ന് തെളിയിച്ചാൽ മതി. 1-1ഉം on-to ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ആ ഫംഗ്ഷൻ അടുത്ത ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് ഈസ് ഫ്രം എ എൻ ടു ബി എൻ ബൈ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 1-2 ഇൻറ്റു ആൽഫ. ഇത് നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഒരു മാപ്പ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊന്ന് ഓർത്തിരിക്കുക. എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 1-2 ഇൻറ്റു ആൽഫ ആൽഫ ബിലോങ്സ് ടു എ എൻ. ആൽഫ എന്ന് പറയുന്നത് ഈവൻ പെർമ്യൂട്ടേഷനിലെ ഒരു പെർമ്യൂട്ടേഷനാണ്. ക്ലിയർലി ദ മാപ്പിംഗ് ഈസ് വെൽ ഡിഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രൂവ് എഫ് ഈസ് 1-to-1. എഫ് 1-1 ആണ് പ്രൂവ് ചെയ്യണം. എഫ് 1-1 ആണ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഡീപ്പായിട്ടൊന്നും ഞാൻ പറഞ്ഞു പോകത്തില്ല. ഈ 1-1ഉം on-2ഉം തെളിയിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട സെക്ഷൻ തൊട്ടടുത്ത വീഡിയോ വരുന്നുണ്ട്. ഐസോമോർഫിസം എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് വളരെ ഡീപ്പായിട്ട് 1-to-1 on-2 പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാൻ ഇവിടെ വലുതായിട്ടൊന്നും ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകത്തതേ ഉള്ളൂ. ഓക്കെ, എന്നാലും ഒന്ന് പറയാം 1-to-1 on-2 ആണെന്നുള്ളത്. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലോട്ടാണ് മാപ്പിംഗ് വിച്ച് ഈസ് 1-1. അത് 1-1 എന്ന് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അതേ ഐഡിയ തന്നെയാണ് നമ്മൾ ഇവിടെയും ചൂസ് ചെയ്യുന്നത്. അസ്യൂം എഫ് ഓഫ് ആൽഫ 1 ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 2. എഫ് ഓഫ് ആൽഫ 1ഉം എഫ് ഓഫ് ആൽഫ 2ഉം ഈക്വൽ ആണെന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ആൽഫ 1ഉം ആൽഫ 2ഉം ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1-1 ആയി. എഫ് ഓഫ് ആൽഫ 1 എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് 1-2 ഇൻറ്റു ആൽഫ. എഫ് ഓഫ് ആൽഫ 1 ആകുമ്പോഴത്തേക്ക് 1-2 ഇൻറ്റു ആൽഫ 1. എഫ് ഓഫ് ആൽഫ 2 ആകുമ്പോഴത്തേക്ക് 1-2 ഇൻറ്റു ആൽഫ 2. ആ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ 1-2 ക്യാൻസൽ ആയി പോവും. ബാക്കി വരുന്നത് ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 എന്ന് കിട്ടും. അത് എഫ് ഓഫ് ആൽഫ 1 ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 2 ഇംപ്ലൈസ് ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തുമായിരിക്കും? 1-1 ആയിരിക്കും. ഫംഗ്ഷൻ 1-1 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഫംഗ്ഷൻ 1-1 ആയി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാനുള്ളത് ഫംഗ്ഷൻ on-to ആണെന്ന് പ്രൂവ് ചെയ്യണം. on-to ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലോട്ടാണ് മാപ്പിംഗ്. അങ്ങനെയെങ്കിൽ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡൊമൈനാണ്, വൈ എന്ന് പറയുന്നത് കോഡൊമൈനാണ്. കോഡൊമൈനിൽ നിന്ന് ഒരു എലമെൻ്റ് എടുക്കുന്നു, വൈ എന്ന് പറയുന്ന സ്മോൾ വൈ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു. ദാറ്റ് ബിലോങ്സ് ടു ക്യാപിറ്റൽ വൈ, അതായത് കോഡൊമൈൻ ഓഫ് എഫ് സച്ച് ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ സം എക്സ് ബിലോങ്സ് ടു എക്സ്. അങ്ങനെയെങ്കിൽ ആ വൈ എന്ന് പറയുന്നത് കോഡൊമൈനിൽ നിന്നും ചൂസ് ചെയ്ത വൈ ഉണ്ടല്ലോ, ആ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കണം. ഈ സ്മോൾ എക്സ് എന്ന് വെച്ചാൽ എവിടുത്തെ എലമെൻ്റാണ്? ഡൊമൈനിലെ എലമെൻ്റാണ്. ഡൊമൈനിൽ നിന്നും ഒരു എലമെൻ്റ് എടുക്കുന്നു. ആ എലമെൻ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, എഫ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എഫ് ഓഫ് ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആ ആൽഫയ്ക്ക് പകരം നമ്മൾ ഡൊമൈനിൽ നിന്നെടുക്കുന്ന എക്സ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, ആ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കോഡൊമൈനിൽ നിന്നും ചൂസ് ചെയ്ത വൈ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടല്ലോ, ആ എലമെൻ്റ് കിട്ടണം. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ on-to ആണ്. ഓക്കെ, ഇതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് എ എന്നിൽ നിന്ന് ബി എന്നിലോട്ടാണ് ഫംഗ്ഷൻ on-to ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. അതാണ് ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഡൊമൈനാണ്, ഇത് കോഡൊമൈനാണ്. കോഡൊമൈനിൽ നിന്നൊരു എലമെൻ്റ് എടുക്കുന്നു, ബീറ്റ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 1-2 ഇൻറ്റു ബീറ്റ. ഓക്കെ, ഈ എ എന്നിൽ നിന്നും ഒരു എലമെൻ്റ് എടുക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ? ആ എ എന്നിൽ നിന്നും ഒരു എലമെൻ്റ് എടുക്കുന്നു. ആ എലമെൻ്റ് ഈ എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ആൽഫയ്ക്ക് പകരം ഈ എ എന്നിൽ നിന്നും ചൂസ് ചെയ്ത എലമെൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബി എന്നിൽ നിന്നും ചൂസ് ചെയ്ത ബീറ്റ എന്ന് പറയുന്ന എലമെൻ്റ് കിട്ടണം. ആ ബീറ്റ എന്ന് പറയുന്ന എലമെൻ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ബീറ്റ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു എലമെൻ്റ് എ എന്നിൽ നിന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തായി? on-to ആയി. ഇതാണ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൂവ് എഫ് ഈസ് on-to. എഫ് on-to ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ബീറ്റ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ബി എന്നിൽ നിന്നും ചൂസ് ചെയ്യുന്നു. ബി എന്നിലെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓഡ് പെർമ്യൂട്ടേഷൻ ആയിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ബീറ്റയുടെ കൂടെ ഒരു 1-2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ബീറ്റ എന്ന് പറഞ്ഞാൽ ഓഡ് പെർമ്യൂട്ടേഷനാണ്. ഓഡ് പെർമ്യൂട്ടേഷൻ ആകുമ്പോഴത്തേക്ക് ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ ആയിരിക്കുമല്ലോ. ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ്റെ കൂടെ ഒരു ട്രാൻസ്പോസിഷനും കൂടി വന്നു കഴിഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ ആവുമല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ഓഡ് പെർമ്യൂട്ടേഷനാണ്. അതിൻ്റെ കൂടെ 1-2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അത് ഈവൻ പെർമ്യൂട്ടേഷനായി. അങ്ങനെയെങ്കിൽ 1-2 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് ഈവൻ പെർമ്യൂട്ടേഷനാണ്. അതായത് അത് എ എന്നിലെ എലമെൻ്റ് ആണ്.
നമ്മൾ ചൂസ് ചെയ്തത് ബി എന്നിൽ നിന്ന് ബീറ്റ എന്ന് പറയുന്ന എലമെൻ്റ് ആയിരുന്നു. അത് ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്. അതിൻ്റെ കൂടെ 1 2 എന്നൊരു എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 2 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എ എന്നിലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. അതായത് ഈവൻ പെർമ്യൂട്ടേഷൻ ആണെന്ന് കിട്ടി. ഈ എ എന്നിൽ നിന്നും, അതായത് എ എന്ന് വെച്ചാൽ ഡൊമൈൻ ആണല്ലോ, ആ ഡൊമൈനിൽ നിന്ന് കിട്ടിയ ആ എലമെൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ആൽഫ എന്നുള്ളതിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 1 2 ഇൻറ്റു ആൽഫ. ഓക്കെ, ഈ ആൽഫയ്ക്ക് പകരം ഇപ്പോൾ കിട്ടിയ 1 2 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന എലമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അന്നേരം ആൽഫ ഉള്ളിടത്തെല്ലാം 1 2 ഇൻറ്റു ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ മാപ്പിംഗ് ഒന്ന് ശ്രദ്ധിച്ചോണം. എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 1 2 ഇൻറ്റു ആൽഫ. അന്നേരം ആൽഫയ്ക്ക് വരും ഈ എലമെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് 1 2 ഇൻറ്റു ബീറ്റ. എഫ് ഓഫ് 1 2 ഇൻറ്റു ബീറ്റ എന്ന് വെച്ചാൽ ആൽഫ ഉള്ളിടത്തെല്ലാം 1 2 ഇൻറ്റു ബീറ്റ കൊടുക്കണം. അതായത് 1 2 ഇൻറ്റു ആൽഫ എന്ന മാപ്പിംഗ്. അന്നേരം 1 2 ഇൻറ്റു ആൽഫയ്ക്ക് വരും 1 2 ഇൻറ്റു ബീറ്റ എന്ന് കൊടുക്കുക. അതായത് 1 2 ഇൻറ്റു 1 2 ഇൻറ്റു ബീറ്റ എന്ന് വരും. ഓക്കെ, 1 2 ഇൻറ്റു 1 2 എന്ന് വെച്ചാൽ എന്താണ്? ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ ആണ്. ഈവൻ പെർമ്യൂട്ടേഷൻ്റെ കേസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അത് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയത് ഐഡൻറ്റിറ്റി എന്ന് കിട്ടും. അത് ഐഡൻറ്റിറ്റി ഇൻറ്റു ബീറ്റ എന്ന് വരും. ഐഡൻറ്റിറ്റി ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ തന്നെയാണ്. ഓക്കെ, അതായത് എഫ് ഓൺ ടു ആണെന്ന് കിട്ടി. കാര്യം ഈ ബീറ്റ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ കോഡൊമൈനിൽ നിന്ന് ചൂസ് ചെയ്തതായിരുന്നു. ഓക്കെ, ഈ 1 2 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എന്നിലെ എലമെൻ്റ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതായത് എന്നിൽ നിന്നും ഒരു എലമെൻറ്റ് തന്നിരിക്കുന്ന എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി എന്നിൽ നിന്ന് ചൂസ് ചെയ്ത ബീറ്റ എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഓൺ ടു ആയിരിക്കും. ഓക്കെ, അന്നേരം 1 2 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന എന്നിലെ ഒരു എലമെൻറ്റിന് ബീറ്റ എന്ന് പറയുന്ന ബി എന്നിലെ എലമെൻറ്റിന് ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് എഫ് എന്തുമായി? ഓൺ ടു ആയി. എഫ് ഇപ്പം 1 1 ആയി, ഓൺ ടു ആയി. 1 1 ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ എന്നിലും ബി എന്നിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എസ് എന്നിൽ മൊത്തം എൻ ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ആണ്. എൻ ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എ എന്നിനും ബി എന്നിനും തുല്യ എലമെൻറ്റ്സ് ആണെന്ന് കിട്ടിയല്ല. മൊത്തം എൻ ഫാക്ടോറിയലിനെ 2ആയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ല. അത് എൻ ഫാക്ടോറിയലിൻ്റെ പകുതി എലമെൻറ്റ് എ എന്നും ആണ്, പകുതി എലമെൻറ്റ് ബി എന്നും ആണ്. അത് എൻ ഫാക്ടോറിയലിൻ്റെ പകുതി എന്ന് വെച്ചാൽ എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ 2 എന്നല്ലേ. അതായത് എ എന്നിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ 2 ആണ്. അതുപോലെ ബി എന്നിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നതും എൻ ഫാക്ടോറിയൽ ബൈ 2 ആണ്. അത് എ എന്നിൽ എൻ ഫാക്ടോറിയൽ ബൈ 2 എലമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എ എൻ ഈക്വൽ ടു എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ 2 ആണ്. ഇത്രയേ ഉള്ളൂ പ്രൂഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. പ്രത്യേകിച്ചിനകത്ത് കാര്യങ്ങളൊന്നുമില്ല, പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇനി അടുത്ത ഈവൻ പെർമ്യൂട്ടേഷൻ ഓഡ് പെർമ്യൂട്ടേഷനായിട്ട് ബന്ധപ്പെട്ട 1-2 റിസൾട്ടുകളൊന്നും നോക്കി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാം. ഫസ്റ്റ് വൺ, ദ പ്രോഡക്റ്റ് ഓഫ് 2 ഈവൻ പെർമ്യൂട്ടേഷൻ ഈസ് ഈവൻ. 2 ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ പ്രോഡക്റ്റ് ഈവൻ ആയിരിക്കും. ദ പ്രോഡക്റ്റ് ഓഫ് 2 ഈവൻ പെർമ്യൂട്ടേഷൻ ഈസ് ഈവൻ. 2 ഓഡ് പെർമ്യൂട്ടേഷൻ്റെ പ്രോഡക്റ്റും ഈവൻ ആയിരിക്കും. തേർഡ് വൺ, ദ പ്രോഡക്റ്റ് ഓഫ് ഓഡ് ആൻഡ് ഈവൻ പെർമ്യൂട്ടേഷൻ ഈസ് ഓഡ്. ഒരു ഓഡ് പെർമ്യൂട്ടേഷൻ്റെയും ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ്റെയും പ്രോഡക്റ്റ് എല്ലായ്പ്പോഴും ഓഡായിരിക്കും. ഈ 3 റിസൾട്ടോടെ അറിഞ്ഞിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഐസോമോർഫിസം എന്ന് പറയുന്ന മറ്റൊരു സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.